നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ജൂൺ മാസം വന്നതിന് ശേഷം ഇതുവരെ മെയിൻ ബോർഡ് IPOകളൊന്നും തന്നെ മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ നിരവധി SME കമ്പനികൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അത് പലതും തന്നെ യൂണിക്കോൺ കമ്പനികൾ, ഫ്യൂച്ചറിലെ ബ്ലൂ ചിപ്പ് കമ്പനികളാകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്രാവശ്യം പേൾ ഗ്രീൻ ക്ലബ്സ് ആൻഡ് റിസോർട്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ IPO ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. BSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ പേര് സൂചിപ്പിക്കുന്ന, പേജിന്റെ ആദ്യ ഭാഗം സൂചിപ്പിക്കുന്ന പേൾ ഗ്രീൻ ക്ലബ്സ് എന്ന് പറഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സെക്കൻഡ് പാർട്ട് ആൻഡ് റിസോർട്ട്സ് എന്ന് കൂടി കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുമായിട്ട് കൂടി ബന്ധമുള്ള ഒരു കമ്പനിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പേൾ ഗ്രീൻ ക്ലബ്സ് ആൻഡ് റിസോർട്ട്സ് എന്നാണ് കമ്പനിയുടെ മുഴുവൻ പേര്. ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 11.72 crores ആണ്. അതായത് 6.3 lakh ഷെയർസ് ആണ് ഇവർ ഫ്രഷ് ആയിട്ട് മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഈ IPOയുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ മുഴുവനും കേൾക്കുക. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഇത് വാങ്ങണോ വേണ്ടയോ എന്ന്. എന്തായാലും നിങ്ങൾ ഇത് വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. പേൾ ഗ്രീൻ ക്ലബ്സ് ആൻഡ് റിസോർട്ട്സ് ലിമിറ്റഡ് ഇവർ പ്രധാനമായിട്ടും വീറ്റ് കോൺ, പിന്നെ റൈസ്, സീഡ് കോട്ടൺ, ഗ്രാം പൾസസ്, സിറിൽസ് ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളുടെ ട്രേഡിംഗ് ആണ് നടത്തുന്നത്. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇത് കൂടാതെ ഇപ്പോൾ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അവരൊരു റിസോർട്ട് കൂടി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹേമന്ത് സിംഗ് നഹർ സിംഗ് ഝാല എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രധാനമായിട്ട്. അദ്ദേഹത്തെ കൂടാതെ രേഖാദേവി ഹേമന്ത് സിംഗ് ഝാല എന്ന് പറയുന്ന വനിത കൂടിയുണ്ട്. അവരുടെ ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ഹേമന്ത് സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പ്രമുഖ വ്യക്തിയാണ് അവിടുത്തെ. അതുകൂടാതെ സ്പോർട്സ് രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. 30 കൊല്ലമായിട്ട് അഗ്രികൾച്ചറൽ സെക്ടറിൽ സജീവമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. രേഖാദേവി ആകട്ടെ പൊതുരംഗത്തും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലെല്ലാം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലേഡിയുമാണ്. ഇവരുടെ കൈവശമാണ് 99.88% ഓഹരികളും കമ്പനിയുടെ ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. ഇഷ്യൂ കഴിയുമ്പോൾ 73.31% ഓഹരികളായിരിക്കും ഇവരുടെ കൈവശം ഉണ്ടാവുക. അതായത് 26.57% ഓഹരികളാണ് പെയ്ഡപ്പ് ക്യാപിറ്റലിലേക്ക് പുതുതായിട്ട് വരുന്നത്. 2013 ഈ കമ്പനി ആരംഭിക്കുന്ന സമയത്ത് രസം 18 റിസോർട്ട്സ് ആൻഡ് ക്ലബ്സ് ലിമിറ്റഡ് എന്നുള്ള പേരിലാണ് കമ്പനി തുടങ്ങുന്നത്. അത് പിന്നീട് 2018 ഇപ്പോൾ ഉള്ള പോലെ പേൾ ഗ്രീൻ ക്ലബ്സ് ആൻഡ് റിസോർട്ട്സ് എന്നുള്ള പേരിലേക്ക് മാറുന്നത്. അഗ്രികൾച്ചർ രംഗത്ത് മികച്ച ബിസിനസ്സുമായിട്ട് മുന്നേറുന്നതിനിടയിലാണ് കമ്പനി ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി രംഗത്തേക്ക് കൂടി കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഗാന്ധിനഗറിൽ ഒരു റിസോർട്ടാണ് ഇപ്പോൾ അവർ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ പേറോളിൽ 7 എംപ്ലോയീസ് ആണുള്ളത്. ഇപ്പോൾ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നുള്ള കാറ്റഗറിയിൽ വളരെയധികം മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്പനി അവരുടെ ഈ ഇഷ്യൂ, അതായത് 11.72 കോടി മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ നിർണായകമായൊരു ചോദ്യമാണ്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 8.77 കോടി രൂപ ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതുകൂടാതെ ഒരു 2.35 കോടി രൂപ അവരുടെ ജനറൽ കോർപ്പറേറ്റ് പർപ്പസസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. ബാക്കി ഒരു 60 lakhs ആണ് അവർ ഈ ഇഷ്യൂവിൻ്റെ ചെലവിനേക്കൊക്കെ വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടലായിട്ട് ഇഷ്യൂ കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ഓഹരിക്ക് ഇട്ടിരിക്കുന്ന വില, അതായത് 186 റുപ്പീസാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്യൂ കഴിയുമ്പോൾ 44.04 crores ആയിരിക്കും കമ്പനിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു 3 വർഷത്തെ ഒരു ആവറേജ് EPS നോക്കുകയാണെങ്കിൽ 3.92 കമ്പനിക്കുള്ളത്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 12.36% വരും. അതുകൂടാതെ പോസ്റ്റ് ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ബുക്ക് വാല്യൂ വരുന്നത് 81.26 രൂപയായിരിക്കും. അതുപോലെ തന്നെ PE നോക്കുകയാണെങ്കിൽ 53.6 എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ ഒരു പിയർ കമ്പനി ആയിട്ട് പറയുകയാണെങ്കിൽ, ലിസ്റ്റഡ് പിയർ കമ്പനി ആയിട്ട് പറയുന്നത് വൈറ്റ് ഓർഗാനിക് റീറ്റെയിൽ എന്ന് പറയുന്ന കമ്പനിയാണ്. അവരുടെ PE 90.2 ആണ്.
ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസിലേക്കൊന്ന് നോക്കാം. 2020 മാർച്ചിൽ 56.97 ലക്ഷമാണ് ഇതിൻ്റെ ടോട്ടൽ റവന്യൂ. ലക്ഷത്തിലാണ് ഈ കണക്ക് കൊടുത്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആവട്ടെ 3.91 ലക്ഷം മാത്രമാണുള്ളത്. അത് 2021 മാർച്ച് ആയപ്പോൾ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ടോട്ടൽ റവന്യൂ 375.74 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെറ്റ് പ്രോഫിറ്റ് 6.54 ആയിട്ട് നല്ലൊരു വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അടുത്ത 6 മാസം കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ 2021, 6 മാസത്തെ കാലാവധിയിലുള്ള കണക്കാണ് ഇവിടെ കാണുന്നത്. 310.01 റവന്യൂ കാണുന്നത്. എന്നാൽ നെറ്റ് പ്രോഫിറ്റിൽ വമ്പിച്ച ഒരു വർധനവാണ്. 55.65 ഇവിടെ നെറ്റ് പ്രോഫിറ്റിലുണ്ടായിട്ടുള്ള വലിയ ഒരു വർധനവായിട്ട് കാണുന്നത്. ഇഷ്യൂവിൻ്റെ രജിസ്ട്രാറായിട്ട് പ്രവർത്തിക്കുന്ന കാമിയോ കോർപ്പറേറ്റ് സർവീസസ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ലീഡ് മാനേജർ ഫാസ്റ്റ് ട്രാക്ക് ഫിൻസെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. ഇനി നമുക്ക് ഈ SME കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ജൂൺ 27 മുതൽ 29 വരെയാണ് ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. പ്രൈസ് ഫിക്സഡ് ആണ്. 186 റുപ്പീസാണ് പെർ ഷെയറിൻ്റെ വില. ഇത് 6.3 ലക്ഷം ഓഹരികളാണ് ഇവർ ഫ്രഷായിട്ട് പുറത്തിറക്കുന്നത്. 10 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. ഒരു ഓഫർ ഫോർ സെയിലും ഇല്ല. ടോട്ടൽ IPO സൈസ് എന്ന് പറയുന്നത് 11.72 കോടി രൂപയാണ്. നമ്മൾ മിനിമം അപ്ലൈ ചെയ്യേണ്ടത് 600 ഷെയർസാണ്. മാക്സിമം അത് തന്നെയാണ്. കാരണം ഇതൊരു SME കമ്പനി ആയതുകൊണ്ടാണ്. ഇത് മാർക്കറ്റിൽ എത്തുമ്പോഴും നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഇത് 600ൻ്റെ ഗുണിതങ്ങളായിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാനും പറ്റുള്ളൂ. SME കമ്പനികളെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടാൽ SME എന്താണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഫേസ് വാല്യൂ കമ്പനിയുടെ 10 രൂപയാണ്. റീറ്റെയിലേഴ്സിന് 50% ഓഹരികൾ അലോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ലിസ്റ്റ് ചെയ്യുന്നത് BSEയുടെ SME പ്ലാറ്റ്ഫോമിലാണ്. NSEയിലല്ല, BSEയിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ പറയുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് 4-ാം തീയതിയാണ് ജൂലൈ. റീഫണ്ട് 5-ാം തീയതിയാണ് കിട്ടാത്തവർക്ക്. ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് ജൂലൈ 6-ാം തീയതിയും ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് ജൂലൈ 7-ാം തീയതിയുമാണ്. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് സംശയമുള്ളവരോട് പറയാനുള്ളത്, ഇത് അഗ്രികൾച്ചറൽ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കമ്പനി പെട്ടെന്ന് ഹോസ്പിറ്റാലിറ്റി രംഗത്തേക്ക് തിരികെയും ഇപ്പോൾ അവർക്ക് പ്രധാനമായിട്ട് അവർ ഹോസ്പിറ്റാലിറ്റിയെയാണ് കാണുന്നത് എന്നൊരു സംശയം എനിക്ക് തോന്നായികയില്ല. എന്തായാലും ഹോസ്പിറ്റാലിറ്റി രംഗത്തേക്ക് വരികയാണെങ്കിൽ, നല്ല നിലയിൽ വരികയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ കമ്പനിയുടെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ കാലം ഉണ്ടായിരിക്കും. നല്ല വലിയ നിലയിലേക്ക് എത്തിച്ചേരാനായിട്ട് കുറച്ച് സമയമെടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അവസാന വർഷത്തെ കണക്കുകൾ കാണിച്ചിരിക്കുന്നത് ഒരു വലിയ ലാഭം കമ്പനിക്ക് ഉണ്ടായതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ ഈ 186 എന്നുള്ള ഈ പ്രൈസ് ഇട്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ അത് കുറച്ച് കൂടിപ്പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും തീരെ ചെറുകിടക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇത് വിട്ടുകളയുന്നതാണ് നല്ലത്. അല്ലാത്തവർ ലോങ് ടേമിലേക്ക് ഓഹരി വാങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇത് വലിയ കുഴപ്പമില്ലാത്ത ഓഹരിയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പേൾ ഗ്രീൻ ക്ലബ്സ് ആൻഡ് റിസോർട്ട്സ് IPO കുറിച്ചുള്ള വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അഭിപ്രായങ്ങൾ എഴുതാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ ഇത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. നമുക്കൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.